ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതി രൂപപ്പെടുത്തിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന IPC, അതുപോലെ 1898 ക്രിമിനൽ നടപടി ചട്ടം എന്ന CRPC, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവ ഒഴിവാക്കി ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ എന്നീ നിയമങ്ങളാണ് ഇനി ഇന്ത്യ പിന്തുടരാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിൽ പുതിയ നിയമങ്ങൾ എന്ന ആമുഖത്തോടെയായിരുന്നു 3 സുപ്രധാന ബില്ലുകൾ 2023 ഓഗസ്റ്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ആണിക്കല്ലെന്ന് വിശേഷിപ്പിക്കാൻ കഴിഞ്ഞിരുന്ന ക്രിമിനൽ നിയമത്തിന്റെ പൊളിച്ചെഴുത്തായിരുന്നു കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ഈ ബില്ലുകൾ. മറ്റേത് നിയമങ്ങളെക്കാളും കുറ്റമറ്റതും പഴുതുകളില്ലാത്തതുമായി ഇന്ത്യയിൽ തുടർന്നു പോന്നിരുന്ന നിയമങ്ങൾക്ക് ബദലൊരുക്കുവാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമങ്ങൾക്ക് നേരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എതിർപ്പുകൾ ഉയർന്നിരുന്നു. ഇന്ത്യയുടെ പേര് ഭാരത് എന്നാക്കി മാറ്റുവാനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്രം തന്നെ മുന്നോട്ട് വെച്ച സാഹചര്യത്തിലായിരുന്നു നിയമങ്ങളെയും BJP ഭാരതീയവത്കരിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ പാർലമെന്റ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച MP-മാരെ കൂട്ടായി സസ്പെൻഡ് ചെയ്ത കാലയളവിലായിരുന്നു ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ എന്നീ ബില്ലുകൾ പാർലമെന്റിൽ പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായി മാറിയത്. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും തെളിവ് നിയമത്തിന് ബദലായി ഭാരതീയ സാക്ഷിയുമാണ് രാജ്യത്ത് നിയമമായിരിക്കുന്നത്. രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളെ സമഗ്രമായി പരിഷ്കരിക്കുന്ന ഈ നിയമങ്ങളിൽ ഏറ്റവും കുറവ് ശ്രദ്ധ ലഭിച്ചത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതക്കാണ്. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ പിൻഗാമിയായ ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ച് രാജ്യത്ത് ചർച്ചകൾ സജീവമായിരുന്നുവെങ്കിലും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയ്ക്ക് ചർച്ചകളിൽ മതിയായ ഇടം ലഭിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. ഒറ്റനോട്ടത്തിൽ ക്രിമിനൽ നടപടികളുടെ സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാതിരുന്നതും ജനങ്ങളിൽ നിന്നും മതിയായ ശ്രദ്ധ ലഭിക്കാതിരുന്നതും എന്ന് പറയാം. ഇത്തരം നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ ചില മാറ്റങ്ങൾ നീതിന്യായ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അറസ്റ്റ് ചെയ്ത് 60 അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കുന്നതാണ് ഇതുവരെ നിലനിന്നിരുന്ന രീതി. ആദ്യത്തെ 15 ദിവസത്തേക്ക് മാത്രമേ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ കഴിയുകയുള്ളൂവെന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ 15 ദിവസത്തെ പരിധി എപ്പോൾ ബാധകമാണ് എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നിരുന്നു. പോലീസ് കസ്റ്റഡി പരിഗണിക്കുന്നത് ആദ്യത്തെ 15 ദിവസത്തേക്കായിരിക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചതോടെ ആ ചർച്ചകൾ അന്ന് അവസാനിച്ചിരുന്നു. എന്നാൽ ഈ വ്യവസ്ഥകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ നിയമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ 15 ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസിന് സാധിക്കുമെന്നതാണ് പ്രത്യേകത.